Next, we are going to discuss. Actually, it is unit number 1, 2, 3. നമുക്ക് ഏറ്റവും ആദ്യം വേൾഡ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നുള്ളത് കൊണ്ട് യൂണിറ്റ് 4 എന്ന് വേണേൽ പറയാം. ഞാനിപ്പോൾ യൂണിറ്റ് 3 എന്ന് എടുക്കുവാണ്. യൂണിറ്റ് 3 2-dimensional motion, 2-dimensional and 3-dimensional motion, 2D and 3D motion. കുറച്ച് പ്രയാസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് 1-dimensional മോഷൻ പഠിച്ചു. 1-dimensional മോഷൻ എന്ന് പറയുമ്പം ഒരു ഡയമെൻഷനിൽ മാത്രം നമ്മളുടെ ബോഡി സഞ്ചരിക്കണം. only in one dimension, only in one dimension. അതിപ്പോൾ നമുക്കറിയാം, അതൊരു ലെങ്ത് ആകാം അല്ലേ, ലെങ്ത് ആകാം. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു കാറോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, that is an example of a one-dimensional motion or motion in a straight line. Now consider two-dimensional case. രണ്ട് ആക്സിസ് ഉണ്ടെന്ന് കരുതുക, ഒരു എക്സും ഒരു വൈയും ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കിങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് എടുക്കാം അല്ലേ. സോ ദാറ്റ് ഈസ് ദ മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പം അതിനൊരു ലെങ്ത് ഉണ്ട്. ഇത് വേണേ ഒരു ബ്രെഡ്ത്ത് ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലെ ബുക്കിൻ്റെ പേപ്പർ പോലെ അതൊരു പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല ഇങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ ഒരു ആക്സിസിൽ നിന്നുള്ള അകലവും ഈ ആക്സിസിൽ നിന്നുള്ള അകലവും വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പം അതിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ്റെ കേസിൽ നമ്മൾക്ക് അതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ലീനിയർ മോഷൻ, 2-dimensional മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. അങ്ങനെയെങ്കിൽ 3-dimensional മോഷൻ എന്നായിരിക്കും? 3 ഡയമെൻഷനിൽ മോഷൻ പറ്റണം. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പം നീളം പറ്റണം, വീതി പറ്റണം, ഉയരം പറ്റണം. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ വോളിയമുള്ള ഒരു ഒബ്ജക്റ്റ് വേണം. ലെങ്ത് പോരാ, ഏരിയ പോരാ, വോളിയം വേണം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്യൂബ്, ഒരു പെട്ടി ഇരിക്കുവാണെങ്കിൽ ഇതിനകത്തൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒറിജിൻ എന്നിരിക്കട്ടെ. ഇത് ഓയിൽ എക്സ് ആക്സിസ് ഇത്രയും, വൈ ആക്സിസ് ഇതിപ്പോൾ വൈ ആക്സിസ് ആയിട്ട് എടുക്കാം. വൈ ആക്സിസിൽ അത് ഇത്രയും ഹൈറ്റിൽ, ഇസഡ് ആക്സിസിൽ ഇവിടെ നിങ്ങൾ കുറച്ച് മാറിയിരിക്കുകയാണെങ്കിൽ എത്ര ദൂരം മാറിയിരിക്കും. സോ ദാറ്റ് ഈസ് എ മോഷൻ ഇൻ എ സ്പേസ്, മോഷൻ ഇൻ എ സ്പേസ്. ഇൻ ദാറ്റ് കേസ് വി വാണ്ട് ടു കൺസിഡർ ദ വോളിയം. ഇപ്പം നമുക്ക് ലെങ്ത്, ഇതതിൻ്റെ ബ്രെഡ്ത്ത്, ഇതതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണ് ആക്ച്വലി നമുക്കിവിടെ പറയേണ്ട കാര്യം. അതായത് ഒരു മോഷൻ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് ലീനിയർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, 1-dimensional മോഷൻ. ഇത് 1D, ഇത് 2-dimensional മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. ഇത് 3-dimensional മോഷൻ, മോഷൻ ഇൻ എ വോളിയം or volume space. Now ഇപ്പം ഈ മോഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഡയമെൻഷൻ അനുസരിച്ച് ക്വാണ്ടിറ്റികളെ നമുക്ക് സ്കെയിലാറുകളും വെക്ടറുകളുമായിട്ട് തിരിക്കാൻ പറ്റും. സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, ആ ഡയറക്ഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് 5 കിലോമീറ്റർ അത് പോയി, ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ്.
any physical quantity which depend only magnitude, that is called a scalar quantity. Any physical quantity that depend both magnitude and direction, that is called a vector quantity. ഇനി ഒരു എ ആണ് വെക്ടർ എങ്കിൽ ആ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് അത് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ആരോ ഹെഡ് കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാവുന്ന കുറച്ച് എക്സാമ്പിളുകളുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ്, ദൂരം. ഡിസ്റ്റൻസ് നമുക്ക് എങ്ങോട്ട് വേണേലും മെഷർ ചെയ്യാം അല്ലേ? ഇവിടുന്ന് എങ്ങോട്ട് വേണേലും മെഷർ ചെയ്താൽ അത് ഡിസ്റ്റൻസ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് അലീന? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും ഇരിക്കുകയാണ്. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്താം, ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്താം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊരു ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇങ്ങനെയും പോകാം. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും വിളിച്ചു കഴിഞ്ഞാല് 1 ഉം 3 ഉം ഡിസ്റ്റൻസ് ആണ്. 2 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഉണ്ട്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് എല്ലായിടത്തും ഒരേ ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് ഗീവ്സ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ പ്രത്യേകതയാണ്, അതാണ് ഏറ്റവും ചെറിയ പാത്ത് അല്ലേ? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് displacement, or that is the straight line distance, that is called displacement. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഡിസ്റ്റൻസിന് എക്സ് ആണെങ്കിൽ എക്സ് എന്ന് ചുമ്മാ എഴുതിയാൽ മതി ഡിസ്റ്റൻസിന്. ഡിസ്പ്ലേസ്മെന്റ് എഴുതുമ്പം എക്സ് എഴുതിയിട്ടൊരു വെക്ടർ കൊടുക്കണം. അപ്പൊ മനസ്സിലായോ സ്കെയിലാർ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി എന്നാന്ന് നന്ദന? Physical quantity which depend only magnitude, that is called scalar quantity. It depend both magnitude and direction, that is called a vector quantity. First example പറഞ്ഞാണ് distance and displacement. For in the case of distance, it is any distance. ഇപ്പൊ എനിക്ക് തോട്ടുവായിൽ നിന്ന് പുറലങ്ങാട്ടിലോട്ട് പോകണേ ഇതിലേ വേണമല്ലോ പോകാം. തോട്ടുവാ കൂടി അങ്ങനെ കാളിയാർതോട്ടം കൂടി വന്ന് പോകാം, പിന്നെ അതിലെ വെമ്പള്ളി കൂടി അങ്ങനെ ഇറങ്ങി വരാം, പള്ളിയമ്പ് കൂടി അങ്ങനെ വരാം. അതെല്ലാം ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒറ്റ ദൂരത്തിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ വരാൻ പറ്റുന്നത് അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് ആ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. These are actually the introduction part of this chapter. നോട്ട് ചെയ്യാം. ഇനി ഞാനിപ്പോ പറഞ്ഞതുപോലെ ചില ക്വാണ്ടിറ്റീസ് പരീക്ഷയ്ക്ക് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് സ്കെയിലർ ആൻഡ് വെക്ടേഴ്സ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്നാ? വെലോസിറ്റി. അപ്പൊ അത് വെക്ടറാണ്. വെലോസിറ്റി ബൈ ടൈം എന്നാണ്? ആക്സലറേഷൻ. ആക്സലറേഷൻ വെക്ടറാണ്. ഇനി ഫോഴ്സ് എഫ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സലറേഷൻ, അത് വെക്ടറാണ്. മൊമെന്റം സ്മോൾ പി, മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെന്റം, അത് വെക്ടറാണ്. പിന്നെ ലിഫ്റ്റ് എന്ന് കേട്ടുണ്ടോ? ലിഫ്റ്റ് അതൊരു ഫോഴ്സാണ്, പഠിച്ചോളും. വർക്ക് എനർജി പവർ ഒക്കെ വരുമ്പം ഒരു അപ്വേർഡിലോട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രാഗിങ് ഫോഴ്സ് DRAG, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ്, അല്ലെങ്കിൽ വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാകും? മാസ് ഇൻറ്റു ഗ്രാവിറ്റി അല്ലെ, താഴത്തേക്ക്. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും അതെല്ലാം ഒരു വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ആൻഡ് there are some example for scalar. തെറ്റിപ്പോകുന്നത് ലെങ്ത് സ്കെയിലാർ ആണ്. ലെങ്ത്, ഏരിയ, വോളിയം, സ്പീഡ്, ഡിസ്റ്റൻസ് നമുക്കറിയാം, മാസ്, മാസ് ബൈ വോളിയം, ഡെൻസിറ്റി. ഇനി പ്രഷർ
എനർജി വർക്ക്, ഇതാണ് കുറെ പ്രാവശ്യം ചോദിച്ചത്. പ്രഷർ ഏതാന്ന് ചോദിക്കാൻ നമുക്ക് അറിയത്തില്ല, നമ്മൾ തെറ്റിച്ച് കളയില്ല. പ്രഷർ, എനർജി, വർക്ക്, ടെമ്പറേച്ചർ, എൻട്രോപ്പി, പവർ. അപ്പൊ ഇങ്ങനെ 2 കോളത്തിൽ 2-3 എക്സാമ്പിൾ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതിയ സ്കോർ അങ്ങ് മേടിക്കാം. ഒരു മാർക്ക് കിട്ടുന്ന ചോദിച്ചാൽ. സോ ദ സ്കെയിലാർ ആൻഡ് സം എക്സാമ്പിൾ ഫോർ സ്കെയിലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി. ഇതിനകത്ത് പ്രഷറും എനർജിയും വർക്കും ടെമ്പറേച്ചറും പവറും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, അതോടെ നോട്ട് ചെയ്തു. അല്ലെ അതെങ്ങും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടിട്ടില്ല, ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് താൻ. നെക്സ്റ്റ് ഹെഡിങ് വെക്ടർ. വെക്ടർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ വെക്ടറുകൾ ഉണ്ട് എന്നും അറിയണം. അപ്പൊ എന്താണ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലേ. സോ എ വെക്ടർ is the graphical representation, is the graphical representation as a straight line, as a straight line with an arrowhead, arrowhead. ഇപ്പൊ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു വെക്ടർ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിനൊരു ആരോ ഹെഡ് വേണം അല്ലെ. ഇതിനെയാണ് നമ്മൾ അതിനെ ഹെഡ് എന്ന് വിളിക്കണേ. ഇതിനെ നമ്മൾ അതിന്റെ ടെയിൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എന്ന് വിളിക്കും. ഇതൊരു ഫോഴ്സിന്റെ വെക്ടറാണ്, നമുക്കിങ്ങനെ വരയ്ക്കാം. എഫ് ഉണ്ടോ? ഈ ലൈൻ 4 ന്യൂട്ടൺ ആണ് നമ്മളുടെ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ വെക്ടർ നമ്മൾ വരച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ. നമുക്ക് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന വെക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടേഴ്സ്. പൊസിഷൻ വെക്ടർ, അതായത് പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊസിഷൻ വെക്ടർ. സോ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് is the vector drawn from an imaginary origin. Origin എന്ന് പറഞ്ഞാൽ എന്നാ? ഒറിജിൻ 0 0 0 അല്ലെ, നമ്മൾ എവിടെ നിന്നാണോ അളക്കാൻ തുടങ്ങുന്നത് അതാണ് നമ്മളുടെ ഒറിജിൻ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു പോയിന്റ്. പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്കൊരു പൊസിഷൻ വെക്ടർ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട് അല്ലെ, ഏരിയ അല്ലെ. 3 ഡയമെൻഷൻ ആയിട്ടിരിക്കട്ടെ, ലെങ്ത്, ബ്രെഡ്ത്ത്, വോളിയം. അതിന്റെ ഒറിജിൻ ഏതായിരിക്കും? ഇതായിരിക്കും അതിന്റെ ഒറിജിൻ. നമുക്ക് ഒറിജിൻ ഓന്ന് എഴുതാം. അപ്പം ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതിലേക്ക് വരയ്ക്കുന്ന വെക്ടർ, ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഇവിടെ ഇപ്പൊ ഈ വെക്ടറിന്റെ പേര് R ആണെങ്കിൽ വെക്ടർ R ഈസ് ഈക്വൽ ടു OP. മനസ്സിലായോ എന്നാ പൊസിഷൻ വെക്ടർ എന്ന്? ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ആണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? പൊസിഷൻ വെക്ടർ. അപ്പൊ ഇവിടെ ഇതും കൂടെ പറഞ്ഞേക്കണം. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് is the vector drawn from an imaginary origin. എവിടെയെങ്കിലും ഒരു ഒറിജിൻ വേണം, അവിടുന്ന് വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പൊ ഈ വെക്ടറിന്റെ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ നീളമാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ എഫ് 4 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ന്യൂട്ടൺ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് അല്ലെ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണ് പോസിറ്റീവ് എക്സിലേക്ക്. പോസിറ്റീവ് എക്സ് എന്നുള്ളതാണ് അതിന്റെ ഡയറക്ഷൻ.
ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുവാണ്. ഇത് എക്സ് ആക്സിന് എത്രയാണ്, വൈ ആക്സിന് എത്രയാണ്, ഇസഡ് ആക്സിന് എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ ഡയറക്ഷനും കാണാൻ പറ്റും. സോ പൊസിഷൻ വെക്ടർ, ഒരു വെക്ടർ നമ്മൾ വിളിക്കുന്നതാണ് പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ്. ദാറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഓർ വെക്ടർ ഡ്രോൺ ഫ്രം ആൻ ഇമാജിനറി ഒറിജിൻ. എവിടെയെങ്കിലും നമ്മൾ ഒറിജിൻ കൺസിഡർ ചെയ്യണം. എവിടെയെങ്കിലും ഒരു ഇനിഷ്യൽ പോയിന്റ് ഉണ്ടെങ്കിലേ അവിടെ നിന്ന് വരയ്ക്കാൻ പറ്റുള്ളൂ. ആ തുടങ്ങുന്ന പോയിന്റ് നമ്മൾ 0 0 0 എന്ന് എടുക്കണം. എക്സ് ആക്സും 0 ആണ്, വൈ ആക്സും 0 ആണ്, ഇസഡ്. അപ്പം ഇങ്ങോട്ട് ഇത് 1 2 3 4 5 ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് അവിടെ 5, എക്സിലേക്ക് 5 ഡിസ്റ്റൻസ്, ഇതിപ്പോ 1 2 3 4 5 6 7 ആണെങ്കിൽ വൈയിലേക്ക് 7 ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഇച്ചിരി ഇങ്ങ് മാറി 2 യൂണിറ്റ് മാറിയിരിക്കുന്നെങ്കിൽ 5 7 2 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ മനസ്സിലായോ എന്തിനാ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന്? 0 0 0യിൽ നിന്ന് എക്സും വൈയും ഇസഡും 0 ആയിരുന്നിരുന്നു എക്സിലേക്ക് എത്ര, വൈയിലേക്ക് എത്ര, ഇസഡിലേക്ക് എത്ര മാറിയിരിക്കുന്നു എന്നുള്ള വെക്ടർ റെപ്രസെന്റേഷൻ, ദാറ്റ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ. Different types of vectors. Different types of vectors. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈക്വൽ വെക്ടർ. എന്തായിരിക്കും ഈക്വൽ എന്ന് പറഞ്ഞാൽ? രണ്ട് വെക്ടർ ഉണ്ട്, രണ്ട് വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ വരയ്ക്കുമ്പോൾ അതിന് രണ്ടിനും ഒരേ നീളമായിരിക്കണം അല്ലേ, എന്നാലേ അത് ഈക്വൽ ആവുള്ളൂ. മാത്രമല്ല അത് രണ്ടും ഒരേ ഡയറക്ഷനിലും ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയി പോവില്ല. കൺസിഡർ ദിസ് ഈസ് വെക്ടർ എ, this is vector B, both have same magnitude and direction, then that is called equal vector. രണ്ടാമത്തേത് നെഗറ്റീവ് വെക്ടർ. അപ്പൊ അതെന്തായിരിക്കും നെഗറ്റീവ് വെക്ടർ? വെരി ഗുഡ്, കൃത്യ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവൻ ഇങ്ങോട്ട് കൃത്യ എ ആണെങ്കിൽ അതിന്റെ അതേ അളവ് വേണം, അതേ അളവ് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം I consider this is Q and this is P, then P and Q are negative vectors. Third one, null vector. Null എന്ന് പറഞ്ഞാൽ കേട്ടുണ്ടായിരിക്കും, ടീച്ചർമാരൊക്കെ പറഞ്ഞു കേൾക്കും. null vector, സീറോ വെക്ടർ അല്ലേ, ഒന്നുമില്ല. നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതെപ്പോഴും എന്തായിരിക്കും? ഒരു പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് കോപ്ലൈനാർ വെക്ടേഴ്സ്. എന്തായിരിക്കും കോപ്ലൈനാർ വെക്ടേഴ്സ്? വിച്ച് ആർ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. എങ്ങനെ കിടക്കണം എന്നൊന്നുമില്ല, ഒരു പ്ലെയിനിലായാൽ മതി. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു വെക്ടർ. ഇതിപ്പോ നമ്മളുടെ ബോർഡ് ഒരു പ്ലെയിൻ ആയിട്ട് എടുത്താൽ ഇങ്ങനെ ഒരെണ്ണം കിടക്കണം, ഇങ്ങനെ ഒരെണ്ണം കിടക്കണം, ഇങ്ങനെ ഒരെണ്ണം കിടക്കണം. ഇത് മൂന്നും പല ഡയറക്ഷനിലൊക്കെ ആയിരിക്കും. ഇതിപ്പം വേണമെങ്കിൽ ഇങ്ങോട്ടിരിക്കട്ടെ, ഇതിപ്പം ഇങ്ങോട്ടിരിക്കട്ടെ, ഇതിപ്പം ഇങ്ങോട്ടിരിക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് ഒന്നും കൃത്യമാണെന്നൊന്നും പറഞ്ഞില്ല. ഇത് ഞാനൊരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത ഇതെല്ലാം ഒരു പ്ലെയിനിൽ തന്നെ കിടക്കുവാണെങ്കിൽ ഇതാണ് ഞാൻ എടുത്ത പ്ലെയിൻ. ഇതെല്ലാം എന്താണ്? കോപ്ലൈനാർ വെക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. കേട്ടുണ്ടോ? ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ TIAL. കോ ഇനിഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് വേണേലും തുടങ്ങാം എല്ലാ വെക്ടറും, പക്ഷെ എല്ലാത്തിന്റെയും ഇനിഷ്യൽ പോയിന്റ് സെയിം ആയിരിക്കും. ഇതാണേലും ഇതാണേലും മൂന്ന് വെക്ടർ ഇതിങ്ങോട്ട് നിൽക്കുന്നു, ഇതിങ്ങോട്ട് നിൽക്കുന്നു, ഇതിങ്ങോട്ട് നിൽക്കും. പക്ഷെ എവറിത്തിങ് ഹാസ് എ സെയിം ഒറിജിൻ ഓർ
വൺ സിംഗിൾ ഇനിഷ്യൽ പോയിന്റ് മാത്രം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. ഇനി വെക്ടറുകളുടെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഞാനിപ്പോ ആറാമതായിട്ട് അത് അവിടെ തീർന്നു. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ. ഒത്തിരി പ്രോബ്ലം പോലെ ചോദിക്കുന്ന ചാപ്റ്റർ, അപ്പൊ ഇതെല്ലാം അറിഞ്ഞാലേ ചെയ്യാം. അപ്പൊ ഇതാണ് വെക്ടർ എ എന്നിരിക്കട്ടെ. ഇത് വെക്ടർ എ ആണെങ്കിൽ ഇത് വെക്ടർ എ എന്ന് ഞാൻ എഴുതി. 2 ഇൻറ്റു വെക്ടർ എ എത്രയായിരിക്കും? ഇതിന്റെ കൃത്യ ഇരട്ടി എടുത്താൽ പോരെ? 2 ടൈംസ് എടുത്താൽ പോരെ? ഇവിടെ മുതൽ ഇവിടം വരെയും പിന്നെ അത്രയും കൂടെ, ഇത്രയും വരെ വരുന്നെങ്കിൽ അതേ ഡയറക്ഷനും കൊടുക്കണം. then this one that is equal to 2 into vector. അപ്പൊ മനസ്സിലായോ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാന്ന്? ഇനി ഫിഗർ വരച്ച ചെയ്യുന്നെങ്കിൽ അഡീഷൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. അത് രണ്ടും കൂടെയും കൂട്ടാൻ എന്നാ ചെയ്യണം? അതിന്റെ രണ്ട് നീളോടെ കൂട്ടി എഴുതിയാൽ മതി അല്ലേ? ഇത് പ്ലസ് അത്രയും, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇനി സബ്സ്ട്രാക്ഷൻ ആണ് എങ്ങനെയായിരിക്കും? എ ഇങ്ങോട്ടാണ്, ഇത്രയും നീളമുണ്ട്. ബി ഇങ്ങോട്ടാണ്, ഇത്രയും നീളമുള്ളെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലേ? അപ്പൊ മിനിച്ച് ഇത്രയും നീളം വരും. ഇത്രയും നീളം വലിയതിന്റെ ഡയറക്ഷനോട്ട് കിടക്കും. ഇതാണ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. മനസ്സിലായോ? വെക്ടർ രീതികളെ മുഴുവനും ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു. ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ, നൾ വെക്ടർ, കോപ്ലൈനർ, കോഇനിഷ്യൽ. Then there are the algebraic or the multiplication, addition, subtraction. എന്നിട്ട് അഡീഷനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷനും പാരലലോഗ്രാം ലോ ഓഫ് അഡീഷനും ചോദിക്കും. അതാണ് അടുത്ത് പഠിക്കേണ്ടത്. അപ്പം ഇത് അഡീഷൻ എന്താണ് എന്ന് കാണിക്കുന്നത് കേട്ടോ. അടിയിലത്തെ വര മാച്ചു ഇല്ല, അതും വെക്ടറാണ് നമുക്ക് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല. ഇത് വെക്ടർ എ ആണെങ്കിൽ അതിന്റെ ഇരട്ടി 2 ഇൻറ്റു വെക്ടർ എ ആയിരിക്കും. ഇവിടുന്ന് ഇത്രയും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് ഇവിടുന്ന് ഇത്രയും, ഇത് ഇവിടുന്ന് ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ ഈ വെക്ടർ. ഓക്കെ, ക്ലിയർ? സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആൻഡ് addition, multiplication and subtraction of the vectors by graphical method. പടം വര ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡ്. പടം വര ചെയ്യുന്നതിന് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് വിളിക്കും. Any doubt? Next heading, triangular law of addition and parallelogram law of addition. ട്രയാങ്കുലർ രണ്ടും ചോദിക്കും. ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ. വെക്ടറുകൾ രണ്ടെണ്ണം കൂട്ടിയെടുക്കാനുള്ള രണ്ട് മെത്തേഡാണ്. ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ ആൻഡ് പാരലലോഗ്രാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ സാമാന്തരികം എന്നാ കേട്ടോ. അലീന, സാമാന്തരികം നമ്മള് മലയാളത്തിൽ പഠിച്ചില്ലേ 10ല്? അതിന്റെ ഇംഗ്ലീഷാണ് പാരലലോഗ്രാം ലോ. PARALLE, പാരലലോഗ്രാം. പാരലലോഗ്രാം ലോ ഓഫ് അഡീഷൻ. ലോ ഓഫ് അഡീഷൻ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെക്ടറിന്റെ പടമൊക്കെ തന്നിട്ട് അത് കൂട്ടി എത്രയാന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ട്രയാങ്കുലർ ലോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇതാണ് എൻ്റെ വെക്ടർ എ അല്ല, വേണ്ട, ഇതാണ് എൻ്റെ വെക്ടർ പി, ഇതാണ് എൻ്റെ വെക്ടർ ക്യൂ. അപ്പൊ ഇതിനെ ഞാന് വെക്ടർ പി എന്ന് വിളിച്ചു, ഇതിനെ ഞാന് വെക്ടർ ക്യൂ എന്ന് വിളിച്ചു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം എനിക്ക്.
പി പ്ലസ് ക്യൂ ഈക്വൽ ടു എന്നാ ചെയ്യണം നോക്കിയേ. ഇത് രണ്ടും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആകുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയാ പറഞ്ഞേ? പി ആൻഡ് ക്യൂ ആർ ടു വെക്ടേഴ്സ്. Some can be find out by triangular law of addition. Take these two vectors as the side of a triangle with no change in direction. Sides of a triangle with no change in direction. അപ്പൊ ഇത് ഒരെണ്ണത്തിന്റെ ഡയറക്ഷൻ ഇപ്പം ഇത് വരച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് തുടങ്ങാൻ പറ്റില്ല, ഇത് ഇങ്ങോട്ടും ഇരിക്കും. ഇത് ഇങ്ങോട്ട് വരച്ചേച്ച് ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് ഇരുന്ന് നോളിയാലേ. മനസ്സിലായോ? വരച്ച് കാണിച്ചത്. അപ്പൊ ഇതാണ് എന്റെ ക്യൂ. അതിന്റെ മുകളിലൂടെ ഞാൻ ഒന്നുകൂടെ വരച്ചു. കണ്ടോ, ആ ക്യൂവിനെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഈ പിയുടെ ആരോ ഇങ്ങോട്ടല്ലേ, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ഇത് ക്യൂവും ഇത് പിയും ആയിക്കോളിയാലേ. ഇത് ക്യൂ ആയി, ഇത് പി. അത് വളരെ ശ്രദ്ധിക്കണം, ആ ഡയറക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ആവണം. ഇങ്ങനെ ക്യൂവും പിയും ആയാൽ അതിന്റെ മൂന്നാമത്തെ സൈഡില്ലേ ഡയഗണല്, then the third side of the triangle with opposite direction. ഇത് ഇങ്ങനെ പോയി ഇത് ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഇങ്ങോട്ടല്ലേ പൂർത്തീകരിക്കണേ, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കണം. then this vector, that is vector p plus vector q. ഇതാണ് ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ. ഇത് വെക്ടർ പി ആയിരുന്നു, ഇത് വെക്ടർ ക്യൂ ആയിരുന്നു. വെക്ടർ പിയും ക്യൂവും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിട്ട് വരയ്ക്കുക. നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഇവിടുന്ന് വന്നു അതേ ഡയറക്ഷനിൽ പോയി. then the third side with opposite direction. That is the sum. It is the addition or vector p plus vector q. മനസ്സിലായോ? വളരെ എളുപ്പമാണ്. ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ എന്നാന്ന് എഴുതാനോ അതിന്റെ പടം വരയ്ക്കാനോ ഒക്കെ ചോദിക്കാം. ക്ലിയർ ആയോ? ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ. സോ നെക്സ്റ്റ് ഹെഡിങ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ചെയ്തെടുക്കണം, അത് ശരി ശ്രദ്ധിച്ചിരിക്കണം. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പം ഒരു രണ്ട് വെക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് വെക്ടറുകളുണ്ട്, വെക്ടർ പിയും വെക്ടർ ക്യൂ. ഇതിന് പകരം അലീനയുടെത്തില് എയും ബിയും പേര് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എഴുതി വെച്ചത് പിയും ക്യൂ ആയതുകൊണ്ട് എനിക്ക് എളുപ്പം അതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുതുന്നുള്ളൂ. ഇത് വെക്ടർ പി, ഇത് വെക്ടർ ക്യൂ. അപ്പൊ ആദ്യം എന്നാന്ന് ചോദിച്ചാല് ഇത് രണ്ടും ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളായിട്ട് എഴുതണം, അല്ലെ വരയ്ക്കണം. അപ്പൊ ഞാൻ ക്യൂവിനെ എടുത്ത് അതേ നീളത്തിലെടുത്ത് അങ്ങ് വരച്ചു. അല്ലെ എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നു. ഇതേ നീളത്തിൽ ഒരു കഷ്ണം എടുത്ത് ഇവിടെ വെച്ച്, ഇനി ഇതേ നീളത്തിൽ അതേ വെക്ടർ നമ്മളെ കളറിലൊക്കെ വരയ്ക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാവും. അതെടുത്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോ കണ്ട ഇതൊരു സാമാന്തരികത്തിന് രണ്ട് വശങ്ങളായില്ലേ. സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരച്ച് പൂർത്തിയായി കഴിയുമ്പോൾ കാണാം ഇതേ. ഈ സാമാന്തരികമായിട്ട് വരയ്ക്കണ എന്നാ ചെയ്യണം? ഇതിന് ഇവിടുന്ന് ഇങ്ങനെ അതേ നീളം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കണം. ഈ നീളം എത്രയായിരുന്നു അളന്ന് നോക്കിയേക്കാം, ഇത്രയും നീളം വരെ.
ഏകദേശം കൃത്യമാണ്. എന്നിട്ട് അവിടുന്ന് അതേ നീളെ ഇങ്ങോട്ട് യോജിപ്പിക്കണം താഴേക്ക്. ഇപ്പൊ ഒരു സാമാന്തരിയായി അല്ലേ? കണ്ടോ? ഇതിന് ഞാനൊരു പേര് കൊടുത്തു. ഇത് ഓ, ഇത് എ, ഒ എ, ഇത് ഒ ബി, ഇത് പോയിന്റ് സി, ഇത് വെക്ടർ പി ആയിരുന്നു, ഇത് വെക്ടർ ക്യൂ ആയിരുന്നു. അങ്ങനെയെങ്കിൽ പാരലോഗ്രാം ലോ പറയുന്ന ഇതാണ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഈ രണ്ട് വെക്ടർ ഇല്ലേ, ഇത് പിയും ക്യൂവും, അവിടുന്ന് ഈ പാരലോഗ്രത്തിന് വരയ്ക്കുന്നതായി ഈ ഡയഗണൽ എന്ന് പറയും. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. ഇതിന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ഇത് നമുക്ക് തെളിയിച്ചെടുക്കണം. ഇത് എത്രയാണ് ഇതിന്റെ വാല്യൂ എന്ന്. അപ്പൊ പാരലോഗ്രാം ലോ എന്നാണ്? ഈ വെക്ടറിന്റെ കൂടെ ഈ വെക്ടർ കൂട്ടിയാല് ഇങ്ങനെ കിട്ടും. കൂട്ടിക്കഴിയുമ്പം കിട്ടുന്ന സാമാന്തരികത്തിന്റെ ഡയഗണൽ, ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം is the sum of p plus q. മനസ്സിലായ നന്ദന? ഇതായിരിക്കും, ഈ വെക്ടർ ആയിരിക്കും ഈ പിയുടെയും ക്യൂവിന്റെയും സം. ഓക്കെ, ഇനിയാണ് തെളിയിക്കാൻ വേണ്ടി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇപ്പൊ നോക്കി, ഇതാണ് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്നിരിക്കട്ടെ. ഈ ആംഗിൾ ഇത് മൊത്തം, അവിടുന്ന് തീറ്റ ആംഗിൾ വരുന്ന പോലെ തന്നെ ഈ ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചേച്ച് ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതായത് ഒരു മട്ടത്രികോണാക്കി വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരും അല്ലേ? ഈ പോയിന്റ് ഞാൻ എന്നിട്ട് എ ഡാഷ് എന്നും കൊടുക്കും. ഇത് ഒ എ ഡാഷ് സി ബി എന്ന് കിട്ടും. ചെയ്യാൻ പോണ ശ്രദ്ധിച്ചോണം. ഈ ഇപ്പൊ കിട്ടിയ ഈ വെക്ടറിനെ അല്ലെങ്കിൽ ഈ പി പ്ലസ് ക്യൂവിനെ ഞാൻ ആർ എന്ന് വിളിക്കും. എനിക്ക് ചെയ്യാൻ എളുപ്പത്തിനൊരു പേര്. ഇത് എത്രയാന്നുള്ള വാല്യൂ അവിടെ കിടന്നു. അപ്പൊ ഇതിന് ഞാൻ ആർ എന്ന് വിളിച്ചു. ആർ. അപ്പൊ വെക്ടർ ആർ എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കിൾ മട്ടത്രികോൺ ആയതുകൊണ്ട് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അങ്ങനെ എഴുതാം അല്ലെ? ഓ എ ഡാഷ് സ്ക്വയർ പ്ലസ് എ ഡാഷ് സി സ്ക്വയർ. ശരിയല്ലേ? ശരിയല്ലേ? ഇതറിയാവുന്ന ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അങ്ങനെ എഴുതാം. ഓ എ ഡാഷ് എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡാഷ്, അതിന്റെ ഹോൾ സ്ക്വയർ എ പ്ലസ് എ ഡാഷ് സിയുടെ ഹോൾ സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതിന്റെ ഇക്വേഷൻ എന്നാ പറഞ്ഞേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം ഒ എ സ്ക്വയർ പ്ലസ് എ ഡാഷ് സ്ക്വയർ പ്ലസ് 2oa a ഡാഷ് പ്ലസ് എ ഡാഷ് സി സ്ക്വയർ. കിട്ടിയോ? ഇനി ഒ എ എന്ന് പറഞ്ഞ ഏതാ? ഒ എ ക്യൂ അല്ലെ? ക്യൂ സ്ക്വയർ പ്ലസ് എ ഡാഷ് അതെത്രയാ? നമുക്ക് അറിയില്ല, അത് അവിടെ നിൽക്കട്ടെ. അറിയാം, ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ. അല്ലെങ്കിൽ ഇത് പി ആണ്, ഇത് പി ആ അല്ലെ? ഇത് പി ആണ്, ഇത് എത്രയായിരിക്കും? ഇത് പി ആയിരിക്കും. അപ്പം എ ഡാഷ് വേണമെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? എ ഡാഷ് ബൈ പി എന്ന് പറയണത് എങ്ങനെയായിരിക്കും? കോസ് തീറ്റ. അപ്പം എ ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പി കോസ് തീറ്റ ആയിരിക്കും.
അപ്പൊ നമുക്ക് പി കോസ് തീറ്റ സ്ക്വയർ മനസ്സിലായ ടൈം വന്നത് പ്ലസ് 2OA അപ്പൊ 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എ ഡാഷ് പി കോസ് തീറ്റ പ്ലസ് എ ഡാഷ് സി കണ്ടുപിടിക്കണം. അതിന് മുമ്പേ പറഞ്ഞ പോലെ കോസ് തീറ്റയ്ക്ക് വരെ സൈൻ തീറ്റ എടുത്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം എ ഡാഷ് സി ബൈ പി. പി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ഡാഷ് സി. അവിടെ എന്ത് വരും? പി സൈൻ തീറ്റ അതിന്റെ സ്ക്വയർ. അപ്പം ഇവിടെ എത്ര ടൈം ഉണ്ട്? ക്യൂ സ്ക്വയർ പ്ലസ് ഓക്കെ 2qp cos തീറ്റ. ഇത് നോക്കിയേ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാ? 1. അത് നിങ്ങൾക്ക് അറിയാവോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ അതുണ്ട്, ഇവിടെ അതുണ്ട്. പി സ്ക്വയർ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ടൈം അവിടെ തന്നെ അത് തന്നെ, ക്യൂ സ്ക്വയർ പ്ലസ് ഈ ടൈം 2pq cos തീറ്റ. ആദ്യം പി ഒന്ന് ആക്കിയെന്നുള്ളൂ പ്ലസ് ഈ ടൈം എങ്ങനെയാവും? പി സ്ക്വയർ ഇൻറ്റു 1. പി സ്ക്വയർ ഇൻറ്റു 1. അപ്പൊ പി സ്ക്വയർ അവിടെയുണ്ട്. അപ്പൊ അതെന്തായി? മൊത്തം ഉത്തരം എഴുതി കഴിഞ്ഞാല് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ എന്ന് പറഞ്ഞ എന്നാണ്? ആറിന്റെ സ്ക്വയർ അല്ലേ? 6 കിട്ടാൻ ചെയ്യണം ഈ വെക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ച് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും പ്രോബ്ലം. 2 വെക്ടർ തന്നു കഴിഞ്ഞാൽ അതൊരു പാരലോകത്തിന് സൈഡ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് ആദ്യത്തെ സ്ക്വയർ എ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ ഇൻറ്റു അവ തമ്മിലുള്ള ആംഗിൾ അതിന്റെ മൊത്തം റൂട്ട്. ഇതിനകത്ത് ഒറ്റ വ്യത്യാസമുള്ളൂ അലീന, എസ് ഐക്ക് ഇത് എയും ഇത് ബിയും അതന്റെ അല്ലേ? ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ എന്ന് വരും. മനസ്സിലായോ? ഇറ്റ്സ് വെരി സിമ്പിൾ. മനസ്സിലാക്കി എഴുതിയെടുത്താൽ